ഹരേ കൃഷ്ണ. ഓം നമോ നാരായണായ. ഓം ശ്രീകൃഷ്ണ പരമാത്മനേ നമ. ഇത് നാരായണീയം ദശകം 34 8ാമത്തെ ശ്ലോകം നോക്കാം. ഈ ശ്ലോകത്തിൽ ശൂർപ്പണഖയുടെ വരവ്, നാസികാച്ഛേദം, ഖരവധം മുതലായവയാണ് വിവരിച്ചിരിക്കുന്നത്. പ്രാപ്തായാഹ ശൂർപ്പണഖ്യാഹ മദനചലധൃതേഹി അർത്ഥനൈഹി നിസ്സഹാത്മാ താം സൗമിത്രൗ വിസൃജ്യ പ്രബലതമരുഷാ തേന നിർലൂനനാസാം ദൃഷ്ട്വാ ഏനം ദൃഷ്ട്വൈനം ദുഷ്ടചിത്തം ഖരമഭിപതിതം ദൂഷണം ച ദൂഷണം ച ത്രിമൂർധം വ്യാഹിംസീ ആശരാൻ അഭി അയുധ വ്യാഹിംസീരാശനാരപ്യയുധ തത്ക്ഷണാത് അക്ഷതോഷ്മ പ്രാപ്തായ ശൂർപ്പണഖ്യാ മദനചലധൃതേരർത്ഥനൈർനിസ്സഹാത്മാ താം സൗമിത്രൗ വിസൃജ്യ പ്രബലതമരുഷാ തേന നിർലൂനനാസാം ദൃഷ്ട്വൈനാം രുഷ്ടചിത്തം ഖരമഭിപതിതം ദൂഷണഞ്ച ത്രിമൂർധം വ്യാഹിംസീരാശനാരപ്യയുധ സമധികാം ത്വത്ക്ഷണാദക്ഷതോഷ്മ. അലയോ ഭഗവാനെ, തളരാത്ത പൗരുഷം നിറഞ്ഞ അങ്ങ് കാമാകുലയായി വന്നു ചേർന്ന ശൂർപ്പണഖയുടെ അപേക്ഷ കേട്ട് സഹിക്കാൻ വയ്യാതെ അവളെ ലക്ഷ്മണന്റെ നേർക്ക് പറഞ്ഞയച്ചു. ലക്ഷ്മണൻ കോപം മൂത്ത് അവളുടെ മൂക്ക് മുറിച്ചു കളഞ്ഞു. വികൃതയായ അവളെ കണ്ട് കോപിച്ച് അങ്ങയോട് എതിർക്കാൻ വന്ന അവളുടെ സഹോദരന്മാരായ ഖരനെയും ദൂഷണനെയും ത്രിശിരസിനെയും 10,000-ലധികം രാക്ഷസന്മാരെയും അല്ലയോ ഭഗവാനെ, അവിടുന്ന് തൽക്ഷണം കൊന്നുകളഞ്ഞുവല്ലോ. തികഞ്ഞ പൗരുഷത്തോടുകൂടി സുന്ദരന്മാരായി നിൽക്കുന്ന ശ്രീരാമലക്ഷ്മണന്മാരെ കണ്ടപ്പോൾ ശൂർപ്പണഖ കാമപരവശയായി തീർന്നു. കാമപരവശയായ ശൂർപ്പണഖ തൻ്റെ രാക്ഷസ രൂപമെല്ലാം വെടിഞ്ഞ് സുന്ദരിയായ ഒരു സ്ത്രീയുടെ വേഷം ധരിച്ച് ശ്രീരാമചന്ദ്രൻ്റെ അടുത്ത് ചെന്ന് തന്നെ വിവാഹം കഴിക്കണമെന്ന് അഭ്യർത്ഥിക്കുകയാണ്. അപ്പോൾ ശ്രീരാമൻ പറഞ്ഞു, തനിക്ക് ഭാര്യയായി സീതയുണ്ട്, തൻ്റെ സഹോദരനായ ലക്ഷ്മണന് ആരുമില്ല, അവൻ്റെ അടുത്തേക്ക് ചെല്ലും. അങ്ങനെ ലക്ഷ്മണന്റെ അടുത്തേക്ക് പറഞ്ഞയക്കുന്നു. അങ്ങനെ ലക്ഷ്മണന്റെ അടുത്ത് ചെന്ന ശൂർപ്പണഖയെ ലക്ഷ്മണൻ വീണ്ടും ശ്രീരാമന്റെ അടുത്തേക്ക് പറഞ്ഞയക്കുന്നു. ഇങ്ങനെ ശ്രീരാമലക്ഷ്മണന്മാർ ശൂർപ്പണഖയെ അങ്ങോട്ടും ഇങ്ങോട്ടും കുറച്ചു നേരം തട്ടിക്കളിക്കുന്നുണ്ട്. അപ്പോൾ ശൂർപ്പണഖയ്ക്ക് ദേഷ്യം വന്നു. തൻ്റെ യഥാർത്ഥ രൂപം കൈക്കൊണ്ട് സീതയെ കടന്നുപിടിക്കാൻ ശ്രമിച്ചു. അപ്പോൾ ലക്ഷ്മണൻ വാളെടുത്ത് ശൂർപ്പണഖയുടെ മൂക്കും മുലകളും മുറിച്ചു കളയുന്നു. അങ്ങനെ അവിടെ നിന്നും ശൂർപ്പണഖ അലറി വിളിച്ചുകൊണ്ട് തൻ്റെ സഹോദരങ്ങളായ ഖരദൂഷണ ത്രിശിരസ്സുകളുടെ അടുത്തേക്ക് എത്തുകയാണ്. തങ്ങളുടെ മുമ്പിൽ ചോരയൊലിപ്പിച്ച് കരഞ്ഞുകൊണ്ട് നിൽക്കുന്ന ശൂർപ്പണഖയെ കണ്ട് സഹോദരന്മാർ കാര്യങ്ങൾ തിരക്കി. അപ്പോൾ ശൂർപ്പണഖ നടന്ന സംഭവങ്ങളെല്ലാം വിസ്തരിച്ചു പറഞ്ഞു. തങ്ങളുടെ സഹോദരിയുടെ മൂക്കും മുലകളും രാമലക്ഷ്മണന്മാർ ഛേദിച്ചുവെന്നറിഞ്ഞപ്പോൾ അവർക്ക് രാമലക്ഷ്മണന്മാരോട് അതീവ കോപമുണ്ടായി. അങ്ങനെ കോപാകുലരായ അവർ 3 പേരും 10,000-ലധികം രാക്ഷസന്മാരെയും കൂട്ടി രാമലക്ഷ്മണന്മാരെ നിഗ്രഹിക്കാനായി എത്തുകയാണ്. തങ്ങളെ എതിർക്കാൻ വന്ന ഖരദൂഷണാദികളെയും 10,000-ലധികം രാക്ഷസന്മാരെയും ഭഗവാൻ ക്ഷണനേരം കൊണ്ട് വധിക്കുകയാണ് ഉണ്ടായത്. ഇങ്ങനെ ശ്രീരാമന് രാവണന്റെ അടുത്തേക്ക് എത്തിച്ചേരാനുള്ള ഒരു മാർഗമെന്നോണം നിമിത്തമായി തീർന്ന രാമായണത്തിലെ പ്രധാനപ്പെട്ട ഈ ഒരു സംഭവമാണ് ഈ ശ്ലോകത്തിൽ മേൽപ്പത്തൂർ വിവരിച്ചിരിക്കുന്നത്. പ്രാപ്തായ ശൂർപ്പണഖ്യാ മദനചലധൃതേരർത്ഥനൈ നിസ്സഹാത്മാ താം സൗമിത്രൗ വിസൃജ്യ പ്രബലതമരുഷാം തേന നിർലൂനനാസാം ദൃഷ്ട്വൈനാം ദുഷ്ടചിത്തം ഖരമഭിപതിതം ദൂഷണം ച ത്രിമൂർധം വ്യാഹിംസീരാശരാനപ്യയുധ സമധികാം ത്വത്ക്ഷണാദക്ഷതോഷ്മാ.